നമസ്കാരം. 366 മെയ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ ഈ മാസം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടുല്ലേ. അപ്പോൾ ഈ മാസം അങ്ങനെ അവസാനിക്കുകയാണ്. നാളെ പുതിയൊരു മാസം തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് പറയാം. മഴയാണ്, മഴ മാറിയിട്ടില്ല. അപ്പോൾ നാളെ എന്തായാലും സ്കൂളൊക്കെ തുറക്കുന്നത് എല്ലാവരും ആഘോഷിക്കാൻ പോവാണ്. അപ്പോൾ പിന്നെ എന്തായാലും മഴ ടൈം ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ മാസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാഷണൽ ഗെറ്റ് കോട്ട് റീഡിംഗ് മന്താണ്. ഗെറ്റ് കോട്ട് റീഡിംഗ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിപ്പിയെന്ന് ആൾക്കാർ പറയുന്നുള്ള സംശയമുള്ളവർ ആരുടെ മുമ്പിൽ വായിക്കും. പിന്നെ നാഷണൽ ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് സ്പോർട്സ് മന്താണ്. നമ്മൾ കുറേ സ്പോർട്സിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ, അത് ഈ മാസം മൊത്തത്തിൽ മെയ് മാസത്തിൽ മൊത്തത്തിൽ അങ്ങനെയായിരുന്നു. പിന്നെ റെസ്പോൺസിബിൾ ആനിമൽ ഗാർഡിയൻ മന്ത്. യു ഷുഡ് ബി നിങ്ങളുടെ പെറ്റ്സിനോർത്ത് യു ഷുഡ് ബി എ റെസ്പോൺസിബിൾ ഗാർഡിയൻ. പെറ്റ്സ് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് നോക്കുക, അതിൻ്റെ മന്ത് കൂടിയാണ്. പിന്നെ നാഷണൽ സിസ്റ്റിക് ഫൈബ്രോസിസ് അവയർനെസ് മന്ത് മെയിലാണ്. പിന്നെ നാഷണൽ ചിപ്പ് യുവർ പെറ്റ് മന്ത്, അതും മെയിലാണ്. നമ്മൾ ഗാർഡിയൻ ആവുക, പെറ്റിനെ ചിപ്പ് ചെയ്യുക. പിന്നെ മേക്ക് മെയ് പർപ്പിൾ /ആക്ഷൻ ഓൺ സ്ട്രോക്ക് മന്ത്, അതാണ് മെയ്. ആൻറ്റി ഫോസ്ഫോലിപ്പിഡ് ആൻറ്റിബോഡി സിൻഡ്രോം അവയർനെസ് മന്താണ് മെയ്. പിന്നെ നാഷണൽ ഷെയർ എ സ്റ്റോറി മന്ത്. എന്തെങ്കിലും സ്റ്റോറി നിങ്ങൾ ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഷെയർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുള്ളവർ ഷെയർ ചെയ്യുക. ഇപ്പോൾ ഞാനിത് 2ാമത്തെ പ്രാവശ്യം ഷൂട്ട് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. പായവിട്ടിരിക്കുന്ന ആദ്യത്തെ ഷൂട്ടിങ് കുറച്ച് മുടങ്ങിയായിരുന്നു. അപ്പോൾ അത് നാളത്തെ വീഡിയോയിൽ കാണാൻ പറ്റും, ജൂൺ 1 വീഡിയോയിൽ കാണാൻ പറ്റും. ശരിയല്ലത്. അപ്പം പിന്നെ ലെറ്റസ് മന്താണ്. ലെറ്റ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാബേജ് ഉണ്ടല്ലോ, ക്യാബേജിൻ്റെ വേറൊരു മോഡലാണ് ലെറ്റ്യൂസ്. ചെറിയൊരു ക്യാബേജ് എന്ന് പറയാം. ബ്രസൽസ് സ്പ്രൗട്ട്സ് ഒക്കെ പോലെ ഉള്ളതാണ്. പിന്നെ ഫിറ്റ്നസ് പറഞ്ഞുകൊണ്ട് തന്നെ ഫാമിലി വെൽനസ് മന്തും കൂടി മെയിലാണ് ഒബ്സർവ് ചെയ്യുന്നത് ഫോർ ഫാമിലി. പിന്നെ സോംബി അവയർനെസ് മന്ത് മെയിലാണ് ഒബ്സർവ് ചെയ്യുന്നത്. സോംബി സ്മോൾ ബിസിനസ് മന്ത് മുമ്പും കണ്ടിട്ടുണ്ട്, മാർച്ചിലെങ്ങാനും കണ്ടിട്ടുണ്ട്, ഫെബ്രുവരിയിലും മാർച്ചിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മെയ് മാസത്തിലും സ്മോൾ ബിസിനസ് മന്തും ഒബ്സർവ്. പിന്നെ നാഷണൽ സ്ട്രോബെറി മന്ത് മെയിലാണ് ഒബ്സർവ് ചെയ്യുന്നത്, സ്ട്രോബെറി. പിന്നെ നാഷണൽ സലാഡ് മന്തും മെയിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. സലാഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചള്ളാസൊന്നുമല്ല. സലാഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് കുക്കുംബർ, ക്യാരറ്റ്, ഓണിയൻ അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് സലാഡ്. നമ്മൾ സലാഡ് എന്ന് പറഞ്ഞാൽ ചള്ളാസ് എന്ന് പറഞ്ഞ സാധനം ശരിക്കും പറഞ്ഞാൽ ചള്ള. പിന്നെ ഇന്ന് നാഷണൽ ഓസ്റ്റിയോപോറോസിസ് മന്താണ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോ എന്ന് പറയുമ്പോൾ തന്നെ എല്ലുകളുടെ ബലക്ഷയം, എല്ലുകളുടെ ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ എല്ലുകളിലുള്ള ദ്വാരങ്ങൾ വരുന്നതിൻ്റെ ഒരു അസുഖമാണ്. അപ്പോൾ അതിൻ്റെ അവയർനെസ് മന്താണ് ഓസ്റ്റിയോപോറോസിസ് മന്ത്, ഓസ്റ്റിയോറൽ പോർസ്. പിന്നെ നാഷണൽ ടീൻ സെൽഫ് എസ്റ്റീം മന്ത് മെയിലാണ് ഒബ്സർവ് ചെയ്യുന്നത്. ടീൻസിന് സെൽഫ് എസ്റ്റീം ഉണ്ട്, അതെല്ലാവർക്കും ഉണ്ട് സെൽഫ് എസ്റ്റീം. ടീൻസിൻ്റെ കുറച്ച് ഈഗോയിസും കുറച്ച് കോംപ്ലിക്കേഷൻ. ഈഗോ വളർന്നു വരുന്നത് ടീൻസിലാണ്. ടീൻ ശരിയായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ശരിയാവും. തെറ്റുകളുടെ പ്രായം ആണല്ലോ ടീനേജിലൊക്കെ ഞാൻ എന്തൊക്കെ കാണിച്ചു, പ്രത്യേകിച്ചൊന്നുമില്ല. അതാണ്. പിന്നെ ലോക്കൽ ആൻഡ് കമ്മ്യൂണിറ്റി ഹിസ്റ്ററി മന്തും മെയിലാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ബിസിനസ് ഇമേജ് ഇംപ്രൂവ്മെന്റ് മന്തും മെയിലാണ്. മെയ് മാസം ലേബറിൻ്റെ മാസം ആയതുകൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റ്, ലേബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിലിൻ്റെ കൂടി ആയതുകൊണ്ട് ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു മന്തും കൂടിയാണ് ഇമ്പ്രൂവ്മെൻറ്റ്. നമ്മുടെ ഇമേജ്, നമുക്കൊരു ഇമേജ് ഉണ്ടാവില്ല, അതൊന്നും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ലോഗോ മാത്രമല്ല, നമുക്കൊരു ഇമേജ് ഉണ്ടാക്കണം. ഇമേജ് ഉണ്ടെങ്കിൽ ബിസിനസ്സിന് വളർച്ചയുള്ളൂ, ബിസിനസ്സുകാർക്ക് അറിയാം. പിന്നെ ലേബർ ഹിസ്റ്ററി മന്താണ് മെയിൽ ഒബ്സർവ് ചെയ്യുന്നത്. ലേബർ ഹിസ്റ്ററി, തൊഴിലാളികളുടെ ഹിസ്റ്ററി. അത് തൊഴിലാളികളുടെ മാസമാണല്ലോ മെയ്. തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള മാസം മെയ് തന്നെയാണ്. നാഷണൽ ഡക്ലിംഗ് മന്ത് മെയിലാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഡക്ലിംഗ് എന്ന് പറഞ്ഞാൽ താറാവ് കുഞ്ഞുങ്ങളല്ല, ഭക്ഷണപദാർത്ഥമാണ്. ഡക്ലിങ്ങിന് താറാവിനെ കൊന്ന് ഭക്ഷിക്കുന്ന ഒരു മാസം. പിന്നെ ഓൾഡർ അമേരിക്കൻസ് മന്ത് മെയിലാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഓൾഡർ അമേരിക്കൻസ്, നമ്മൾ വി ആർ ഇന്ത്യൻസ്, വി ആർ മലയാളീസ്. പിന്നെ നാഷണൽ സ്ട്രോക്ക് അവയർനെസ് മന്ത്. സ്ട്രോക്ക് അവയർനെസ് മന്ത് മെയിലാണ് ഒബ്സർവ് ചെയ്യുന്നത്. കളിയാക്കലല്ല, ശരിക്കും പറഞ്ഞാൽ സ്ട്രോക്ക് നമുക്ക് വരാം, എല്ലാവർക്കും വരാം. പക്ഷാഘാതം, ഒരു സൈഡ് തളർന്ന് ഇങ്ങനെ പോവാം. ഒരു സൈഡ് തളർന്ന് പോകുന്നതിനാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഒരു സൈഡ് തളർന്ന് പോകുമ്പോൾ നമുക്ക് സത്യം പറയാൻ മനസ്സിലാവില്ല, എന്താ സംസാരിക്കണമെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ആക്ഷൻ കാണിക്കുമ്പോൾ നമുക്ക് പലതും കാണിക്കാം. ഇതാരെയും കളിയാക്കാനൊന്നും ഉദ്ദേശിച്ചില്ല, എൻ്റെ രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷനാണ്. അത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അഗെയിൻ ദിസ് വീഡിയോ ഇസ് നോട്ട് ഇൻറ്റൻഡ് ടു ഹേറ്റ് എനിവൺ. ഇത് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ. ALS അവയർനെസ് മന്തും ഈ മാസം മെയ് മാസമാണ് ഒബ്സർവ് ചെയ്യുന്നത്. ALS അവയർനെസ്, ആംനോട്രോപിക് എന്തോ സിൻഡ്രോം ആണ് ALS. ജസ്റ്റ് നോക്കൂളൂ, മഴക്കാലമാണ്, എനിക്കിതിനും ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. സ്കിൻ ക്യാൻസർ അവയർനെസ് മന്ത്. എഗെയിൻ സ്കിൻ ക്യാൻസറിനെ പറ്റി എപ്പോൾ ഞാൻ സംസാരിച്ചാലും അന്ന് മഴക്കാറായിരിക്കും. സ്കിൻ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ വൈറ്റമിൻ ഡി അഭാവത്തിൽ വരുന്നതാണ്. വൈറ്റമിൻ ഡി എക്സസ് ആയാലും സ്കിൻ ക്യാൻസർ വരാം, അഭാവത്തിലും വരാം. അപ്പോൾ സ്കിൻ ക്യാൻസർ കൂടുതൽ റേഡിയേഷൻ കൂടുതൽ സംഭവിക്കുമ്പോഴാണ്. സൂര്യൻ്റെ റേഡിയേഷൻ കാരണമാണ് സ്കിൻ ക്യാൻസർ കൂടുതലും വരുന്നത്. പിന്നെ ഭക്ഷണം വ്യായാമില്ലായ്മയൊക്കെ വരും. പിന്നെ മെയിൽ നോ മീറ്റ് മെയ്, ഇറച്ചി പാടില്ല. മെയ് ശുദ്ധമായ വെജിറ്റേറിയൻ ആയിരിക്കണം. ഐ എം പ്യൂർ നോൺ വെജിറ്റേറിയൻ, അതുകൊണ്ട് പിന്നെ എനിക്കത് ബാധകമില്ല. പിന്നെ നാഷണൽ മൂവിങ് മന്ത്. തള്ളു, മൂവിങ് എന്ന് പറഞ്ഞാൽ തള്ളല്ല,
മൂവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കയറി താമസിക്കാൻ പറ്റിയൊരു മാസമാണ് മെയ്. പിന്നെ നാഷണൽ വർക്കിംഗ് മന്ത് മെയ് ആണ്. പിന്നെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അവയർനെസ് മന്ത് മെയ്യിലാണ് ഒബ്സർവ് ചെയ്യുന്നത്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ഒരു സ്വഭാവം മാറാം. മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും ടെമ്പററി സ്റ്റേജിലാണ്. 53% നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി നമ്മുടെ ഇൻസ്റ്റിങ്സ് വർക്ക് ചെയ്താൽ നമ്മളൊരു സൈക്കോപാത്തായി മാറും. ഇതിൽ ആരും അഭിമാനം കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും സംഭവിക്കാം. അപ്പോൾ ഫീലിങ്സ് കൂടുതലുള്ളവർക്കാണ് കൂടുതൽ സംഭവിക്കുന്നത്. ഐ എം എ സെൻസിറ്റീവ് ഗൈ. മേ ബി ഐ വിൽ ബിക്കം എ സൈക്കോപാത്ത് സംഡേ. മേ ബി ഐ ഷുഡ് പുട്ട് ഇൻ ചേഞ്ച്. ഏതൊരുത്തൻ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ഇട്ട പോലെ തലയ്ക്ക് സുഖമില്ലാത്ത കുഞ്ഞെ നീ എന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞ പോലെ. ശരിയാണ്, എനിക്ക് തലയ്ക്ക് സുഖമില്ലെന്ന് പറയുന്നത് എല്ലാവരും പറയുന്നുണ്ട്. ബട്ട് ലൈഫ് ഈസ് ഷോർട്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും. അതിന് ഒരുത്തിന് പിന്നെ കമൻറ്റിട്ട് തളർത്താൻ നോക്കി കഴിഞ്ഞാൽ തളരില്ല. ഉള്ളിൽ കൊള്ളും, ഞാൻ തളരാണ്ട് ഞാൻ തിരിച്ചു വരും. പിന്നെ യൂസ്വലി ഈ മാസം മെയിനായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് ബ്രെയിൻ ട്യൂമർ അവയർനെസ് ആണ്. പിന്നെ നാഷണൽ ബാർബിക്യൂ മന്ത് ഉണ്ട്. ബാർബിക്യൂ ഡേ നമ്മൾ കണ്ടല്ലോ മെയ് തന്നെ. അപ്പോൾ നാഷണൽ ബാർബിക്യൂ മന്ത് മെയ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കാണുന്നത് തന്നെയാണ് മെയ് മാസത്തിൽ ഒബ്സർവ്. നാഷണൽ ബൈക്ക് മന്ത്. ബൈക്ക് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ബൈക്ക് എന്ന് പറഞ്ഞാൽ ബൈക്കല്ല സൈക്കിളാണ്. നമ്മുടെ നാട്ടിലാണ് ബൈക്ക് എന്ന് പറയുന്നത്. മോട്ടോർ സൈക്കിളാണ് ശരിക്കും ബൈക്കിനെ പറയേണ്ടത്. പക്ഷെ നമ്മൾ ബൈക്കിനെ സൈക്കിളിനെ ബൈക്ക് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ തെറ്റല്ല, നമ്മൾ പറഞ്ഞു വന്ന രീതിയുടെ ഭാഗമാണ്. നമ്മൾ മാക്സിമം തിരുത്താൻ നോക്കുക. ബൈക്കിൽ നിന്ന് കേട്ടാൽ ചാടിക്കയറി നമ്മുടെ ബൈക്കാന്ന് വിചാരിക്കരുത്. നാഷണൽ ബൈക്ക് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാഷണൽ ബൈക്ക് മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിളാണ്, ബൈസൈക്കിളിനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നാഷണൽ ഹാംബർഗർ മന്തും മെയിലാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഹാംബർഗർ ഡേ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ബെറ്റർ സ്ലീപ്പ് മന്തും മെയിലാണ്. അൺഫോർച്ചുനേറ്റ്ലി ഏറ്റവും കൂടുതൽ എനിക്ക് ഉറപ്പില്ലാത്തത് മെയിലാണ്. വേദനയൊക്കെ കാരണം വായുവേദനയും പിന്നെ ടെൻഷനും സ്ട്രെസ്സും, ഈ വീഡിയോ തീർക്കാൻ പറ്റുന്ന ടെൻഷൻ ആലോചിച്ചിട്ട് ഉറപ്പില്ലാത്തത് മെയിലാണ്. അപ്പോൾ ബെറ്റർ സ്ലീപ്പ് മന്താണ് മെയ്. ഇറ്റ്സ് ഐറോണിക്. എൻ്റെ കാര്യങ്ങളെല്ലാം ഐറോണിക്കാണ്. ഞാൻ ഐറോണിക് ആയതുകൊണ്ട് തന്നെയാണ് ഈ പ്രൊജക്റ്റ് 360 തുടങ്ങിയത്. പിന്നെ നാഷണൽ ഫോസ്റ്റർ കെയർ മന്താണ്. ഫോസ്റ്റർ പാരൻസിൻ്റെ കെയർ. ഫോസ്റ്റർ പാരൻസിൻ്റെ ഡേ നമ്മൾ കണ്ടു. ഫോസ്റ്റർ പാരൻസ് എടുത്തു വളർത്തുന്ന ആളുകൾ കണ്ടി അവർക്കൊക്കെ കെയർ കൊടുക്കുക. അവരുടെ സമയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ നാഷണൽ ഫോട്ടോഗ്രാഫി മന്താണ്. പ്ലീസ്. പിന്നെ എഹ്ലോസ് ഡാനോസ് സിൻഡ്രോം അവയർനെസ് മന്താണ്. അത് ഞാൻ എഴുതി കാണിക്കുന്നത് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായില്ല. എന്തൊരു സിൻഡ്രോമാണ്, എന്തൊരു അസുഖമാണെന്ന് മാത്രം മനസ്സിലായി. അപ്പോൾ അതിൻ്റെ അവയർനെസ് മന്ത് മെയിലാണ് ഒബ്സർവ് ചെയ്യുന്നത്. പിന്നെ നാഷണൽ മിലിറ്ററി അപ്രിസിയേഷൻ മന്ത് മെയിലാണ് ഒബ്സർവ് ചെയ്യുന്നത്. മിലിറ്ററി ഡേയ്സ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടു. അപ്പോൾ മിലിറ്ററി അപ്രിസിയേഷൻ മന്ത് മെയിലാണ് ഒബ്സർവ് ചെയ്യുന്നത്. ബെറ്റർ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് മന്തും മെയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, മെയ് സംസാരിക്കാൻ പറ്റാത്ത സമയത്താണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ കറക്റ്റായിട്ട് ഐറോണിക്കലി വന്നതാണ്. സംസാരിക്കുന്ന നാക്കൊക്കെ പൊട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാത്ത രീതിയിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ കൊടിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് പകരം വീണ്ടും റീഷൂട്ട് ചെയ്താണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐറോണിക്കലി എനിക്ക് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു ആ സമയത്ത്. ഈ പർട്ടിക്കുലർ ഡേയിൽ എനിക്ക് അല്ലെങ്കിൽ പർട്ടിക്കുലർ മന്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഐറോണിക്കാണ്. ബെറ്റർ സ്പീച്ച് ഞാൻ ചെയ്യണമെന്ന് എനിക്കറിയാം. സ്പീച്ച് പാത്തോളജിസ്റ്റിനെ കാണണം എന്നുള്ളതുണ്ട്. കാരണം ബെറ്റർ സൗണ്ട് ഉണ്ടെങ്കിൽ ബെറ്റർ ആൾക്കാർക്ക് ക്ലാരിഫിക്കേഷൻ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞ് ശീലാവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നാഷണൽ ഡെസ്ക് സേഫ്റ്റി മന്താണ്. പിന്നെ ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്ത്. ബ്ലാഡർ ക്യാൻസർ എന്ന് പറഞ്ഞാൽ യൂറിനൽ ബ്ലാഡറിന് നമുക്ക് പല ക്യാൻസർ വരാം. ക്യാൻസർ നമുക്ക് ഹൃദയത്തെ ഒഴിച്ച് ഹാർട്ട് ഒഴിച്ച് എല്ലാ ഏരിയയിലും ക്യാൻസർ വരാം. അതുകൊണ്ട് ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്ത്. ധാരാളം വെള്ളം കുടിക്കുക. വേനലൊക്കെയാണ്, ഇപ്പം മഴക്കാലമാണ്. വെള്ളം കുടിച്ചിട്ടും കുഴപ്പമില്ല. മദ്യപാനവും പുകവലിയൊക്കെ ഒഴിവാക്കാൻ മാക്സിമം നോക്കും. പിന്നെ പ്രേഡീസ് വില്ലീസ് സിൻഡ്രോം അവയർനെസ് മന്ത്. അതും ഒരു അസുഖമാണ്. അപ്പോൾ അതിൻ്റെ അവയർനെസ് മന്ത് മെയിലാണ് ഒബ്സർവ് ചെയ്യുന്നത്. ലൂപ്പസ് അവയർനെസ് മന്തും ഒരു അസുഖമാണ്. അതും മെയിലാണ് ഒബ്സർവ് ചെയ്യുന്നത്. കളറിലാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ കറക്റ്റാണ്. ഇതിനകത്തെ കളറിലാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതും ഒരു ഡിസീസാണ്. അപ്പോൾ അതിൻ്റെ അവയർനെസ് മന്ത് മെയിലാണ് ഒബ്സർവ് ചെയ്യുന്നത്. നാഷണൽ ലൈം ഡിസീസ് അവയർനെസ് മന്ത് മെയിലാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഒരുപാട് ഡിസീസിൻ്റെ മന്താണ് മെയ്. ഇത് തന്നെ വേറെ തോന്നുന്നു, ചൂടായതുകൊണ്ടാണ് തോന്നുന്നു. ഈ മാസം ഒരുപാട് ഡിസീസസ് ഉണ്ട്. കഴിഞ്ഞ മാസം ഒരുപാട് ഡിസീസസ് ഉണ്ട്. ഏഷ്യൻ അമേരിക്കൻ ആൻഡ് പസഫിക് ഹൈലൻഡേഴ്സ് ഹെറിറ്റേജ് മന്ത് മെയിലാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഏഷ്യൻ അമേരിക്കൻ ആൻഡ് പസഫിക് ഹൈലൻഡേഴ്സിൻ്റെ ഒരു HIV-യുടെ ഡേ നമ്മൾ കണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മാസം വന്നിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ മാസത്തിൽ കണ്ടതെല്ലാം തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ മെയ് മാസത്തിനെ പറ്റി പറയാനായിട്ട് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നാളെ നമുക്ക് വീണ്ടും കാണാം. നാളെ പുതിയ മാസം തുടങ്ങുകയാണ്. പുതിയൊരു പ്രതീക്ഷകളും ഒക്കെ വരികയാണ്. മഴയൊക്കെ കുറഞ്ഞ് നന്നാവുമെന്ന് വിശ്വസിക്കുന്നു. ഇലക്ഷൻ റിസൾട്ട് വരാനുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ജൂണിൽ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നാളെ രാവിലെ വീണ്ടും കാണാം. ബൈ.